എസസേരിയനായിട്ടുള്ള ഡോക്ടർ യോഹന്നാൻ മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ കാലഘട്ടത്തിൽ പാറ്റൂർ ഇടവകയായിട്ട് നിലകൊണ്ടതായുള്ള ഇടവകയെ തിരുവനന്തപുരത്ത് വിന്യസിപ്പിക്കുവാൻ്റെ കോണം 5 ഇടവകളായിട്ട് രൂപം നൽകുകയും അതിലൊന്നായിട്ട് ട്രിനിറ്റി മാർത്തോമാ ഇടവക ഇവിടെ മെഡിക്കൽ കോളേജിന് സമീപം ആരംഭിക്കുവാൻ്റെ കോണിടയായിട്ട് തീരുകയും ചെയ്തു. എനിക്ക് അതുകൊണ്ട് ആദ്യമായിട്ട് ഓർപ്പിക്കുന്നതിനായിട്ടുള്ളത്, ഇൻ ഗോഡ്സ് ഡിവൈൻ വിസ്ഡം യു ആർ ഓൾ പ്ലേസ്ഡ് ആസ് എ പാരിഷ് in a very strategic area, geographical area, so that your life and witness will be very relevant to the time. അങ്ങനെ ആയിരിക്കണമെന്നതാണ് എനിക്ക് ഈ വാലഡിക്ടറി ഫംഗ്ഷനിൽ നിങ്ങളോട് പറയുന്നതിനായിട്ടുള്ളത്. ഇവിടെ മെഡിക്കൽ കോളേജ് സമീപം ഉണ്ടായിരുന്നത് കൊണ്ട് വളരെയധികം ഡോക്ടേഴ്സും മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായുള്ള ആളുകളും എല്ലാം വന്നു ചേർന്നിരുന്നതായുള്ള ഇടവകയായിരുന്നു ഈ ഇടവക. ഇന്ന് അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസപ്പെട്ടിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. അനേകം ആളുകൾ ഇടവകങ്ങളായിട്ട് തീർന്നിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ആരംഭത്തിൽ ഈ പ്രദേശത്തെ ആക്കിയ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ പ്രസക്തി മാഞ്ഞു പോകുന്നതിനായിട്ടിടയാവരുത്. മെഡിക്കൽ കോളേജിൻ്റെ സമീപത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഗൈഡൻസ് ഹോമും ഒരു കൗൺസിലിംഗ് സെൻ്ററും ഒക്കെ ആരംഭിക്കുന്നതിനിടയായിട്ട് തോന്നും. നമ്മളുടെ ഡേവിഡ് ജോയി അച്ഛൻ ഇപ്പോൾ പ്രഥമ അധ്യാപകനായി ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന കണ്ണമ്മൂല സെമിനാരി വളരെ അടുത്ത് തന്നെ നമുക്ക് ഉണ്ടാവുകയുണ്ടായി. ഇതെല്ലാം അർത്ഥമാക്കുന്നത് ഒരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി ആയിട്ടും ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റി ആയിട്ടും ഈ ഒരു ഇടവക എക്കാലവും നിലകൊള്ളണം എന്നുള്ളതായിട്ടുള്ള വസ്തുതയാണ്. ഒരു ഇടവയുടെ പ്രസക്തി കാണുവാനായിട്ടിടയാവുന്നത് കാലികവും സംഗതവുമായുള്ള ശുശ്രൂഷയിലേക്ക് ഇടവക പ്രവേശിക്കുന്നതായുള്ള അവസരത്തിലാണ്. വളരെ ദ്രുതഗതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ മധ്യത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ജീവിക്കുന്നത്. അതേ അവസരത്തിൽ തന്നെ വളരെയധികം മതപരമായിട്ടും വംശീയമായിട്ടുമൊക്കെ നമ്മളെ സ്ട്രാറ്റിഫൈ ചെയ്ത് ചെറിയ ചെറിയ സമൂഹങ്ങളാക്കി തീർത്തുകൊണ്ടിരിക്കുന്നതായുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നഗരവൽക്കരണം വളരെ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായുള്ളൊരു പ്രദേശത്താണ് ഈ ട്രിനിറ്റി മാർത്തോമാ ഇടവക നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് പ്രയാസമുണ്ടാവുകയില്ല. ഇന്ന് നാം ഓരോരുത്തരും അഭിമുഖീകരിക്കുന്നതായുള്ള ജീവിതത്തിൻ്റെ മുഖങ്ങളിലൂടെ മാനസികമായിട്ടുള്ള വൈകാരികമായുള്ള അനേക സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്നതായുള്ള ഒരു കൂട്ടം സമൂഹമായിട്ടാണ് ഈ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ കാണുവാനായിട്ടിടയാവുന്നത്. ഇതിൻ്റെ മധ്യത്തിൽ ഈ ഇടവയുടെ പ്രസക്തി എന്നത് വീണ്ടും വീണ്ടും നാം ചിന്തിക്കേണ്ടതായുള്ളൊരു വിഷയമാണ്. നിങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ജോൺ ജി ജോസിനെ നിങ്ങൾക്ക് നൽകിയ അവസരത്തിൽ അച്ഛൻ്റെ ലീഡർഷിപ്പും വേദ പുസ്തക പരിജ്ഞാനവും ദൈവശാസ്ത്രത്തിലുള്ള അച്ഛൻ്റെ വിശാലമായുള്ള കാഴ്ചപ്പാടും എല്ലാം തന്നെ ഈ ഇടവയ്ക്കൊരു മുതൽക്കൂട്ടായി തീരുന്നതിനുള്ള ആഗ്രഹത്തിലാണ് നൽകപ്പെട്ടത്. അത് അപ്രകാരമായി തീരുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഗോൾഡൻ ജൂബിലി വർഷത്തിലെ പ്രോഗ്രാമുകളെല്ലാം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതായുള്ള കാര്യങ്ങളാണിത്. അപ്രകാരമുള്ള സമൂഹത്തിൻ്റെ മധ്യത്തിൽ ദൈവം തമ്പുരാൻ നമ്മളെ ആക്കിയിരിക്കുമ്പോൾ ഈ ഇടവകയ്ക്ക് ഇവിടെ വന്നു ചേരുന്നതായുള്ള എല്ലാവർക്കും ഒരു അത്താണിയായിട്ട് മാർഗം കാണിച്ചു കൊടുക്കുന്ന ഒരു ലൈറ്റ് ഹൗസായിട്ടൊക്കെ തീരുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉള്ളതുകൊണ്ട് ഡോക്ടേഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫും മാത്രമല്ല ഇവിടെ വരുന്നത്. രോഗികൾ, അവർക്ക് ബൈസ്റ്റാൻഡേഴ്സായിട്ടുള്ളവർ, ഇതെല്ലാം ഈ പ്രദേശത്ത് വരുന്നുണ്ട് എന്നത് മനസ്സിലാക്കി കാലാകാലങ്ങളിൽ സഭ നേതൃത്വം നൽകിയതായിട്ടുള്ള ഒരു നേതൃത്വത്തെയൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിലൂടെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടിടയാവുന്നുണ്ട്.
അതുകൊണ്ട് ഇന്നത്തെ ഒരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദത്തെ എടുക്കുന്നതിനായിട്ട് നാം ശ്രമിക്കുകയാണെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിത രംഗത്ത് വളരെയധികം ദൈവിക ശുശ്രൂഷ ആവശ്യമായിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ തന്നെയാണ് നാം ജീവിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, ഈ ഒരു ഗോൾഡൻ ജൂബിലി വർഷത്തിൽ പല കാര്യങ്ങൾ വളരെയധികം ചിന്തിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് വളരെ ശക്തമായുള്ള നേതൃത്വം നൽകി അതെല്ലാം തന്നെ എല്ലാവരും കൊണ്ട് ഒരുമിച്ച് പ്രാവർത്തികമാക്കി തീർക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചതായിട്ടുള്ളൊരു വർഷമാണ്. ഈ ഒരു വർഷത്തിലൂടെ അപ്രകാരം നാം കണ്ടുമുട്ടിയതായിട്ടുള്ള ആളുകൾ, നാം ദർശിച്ചതായിട്ടുള്ള ആവശ്യങ്ങൾ, നാം അഭിമുഖീകരിച്ചതായിട്ടുള്ള സമൂഹത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനോടെല്ലാം എങ്ങനെയാണ് ഒരു ഇടവക എന്നുള്ള നിലയിൽ ഒരു സ്നേഹ സന്തോഷ കൂട്ടായ്മ നൽകുന്ന ഒരു കൂട്ടം എന്നുള്ള നിലയിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നത് എന്നത് നാം വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയമാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു തീം ഈ വർഷം ഗോൾഡൻ ജൂബിലി വർഷത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുകയുണ്ടായി. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് എ ഹൗസ് ഹോൾഡ് ഓഫ് ഗാഡ് എന്നുള്ള വിഷയത്തെ നിങ്ങൾ തിരഞ്ഞെടുത്തത്. ഞങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയങ്ങളാണ് എന്ന വിഷയം. ഇവിടെ സ്വാഗതം പറഞ്ഞതായിട്ടുള്ള അവസരത്തിൽ നമ്മളുടെ അഭിമന്യ ക്ലിമീസ് ബാബ തിരുമേനിയും 2 കത്തോലിക്ക നൺസിനെ ജാർഖണ്ഡിൽ ജയിലിൽ അടച്ചതായിട്ടുള്ള അവസരത്തിൽ സമൂഹത്തിൻ്റെ വികാരങ്ങൾ വിചാരങ്ങളെല്ലാം ഉറക്കെ പറഞ്ഞു എന്നത് സൂചിപ്പിക്കുകയുണ്ടായില്ല. വിളിക്കപ്പെട്ടതായിട്ടുള്ളൊരു സമൂഹമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, നിയോഗിക്കപ്പെട്ടൊരു സമൂഹമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ we cannot sacrifice certain values and certain stands. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ എംബ്ലം തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, തുറന്നതായുള്ള വേദപുസ്തകമാണ്. നവീകരണ സഭ എന്നുള്ള നിലയിൽ തന്നെ ഒരു തുറക്കപ്പെട്ട വേദപുസ്തകമായി ജീവിക്കുന്നതായുള്ളൊരു സമൂഹമാണ് ഈ സമൂഹം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. എന്നാൽ അത് ഇന്ന് എപ്രകാരം ആയിരിക്കുന്നു എന്നത് ഒന്ന് വിശകലനം ചെയ്യേണ്ടതായിരുന്നു. ദിനംതോറും ദൈവത്തിൻ്റെ വചനത്തെ വായിച്ച് പഠിക്കുന്ന, ധ്യാനിക്കുന്ന, മനനം ചെയ്യുന്നതായുള്ളൊരു ജീവിത ശൈലി നമ്മിലും വരും തലമുറയിലും കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്ക് ഇന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ചതായിട്ടുള്ള അവസരത്തിൽ നിങ്ങൾ ഈ മീറ്റിങ്ങിൽ കുഞ്ഞുങ്ങളുടെ ഒരു പ്രോഗ്രാം ഉൾക്കൊള്ളിച്ചു എന്നതിൽ സന്തോഷമുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങളാണ് ഈ ഇടവയുടെ തുടർന്നുള്ളതായിട്ടുള്ള ജീവിതത്തെ നിർണ്ണയിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നതായിട്ടുള്ള ആളുകൾ. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഒരു ഇടവകയിൽ ലഭിക്കേണ്ടതായിട്ടുള്ള സ്ഥാനവും മാനവും ഒക്കെ ലഭിക്കുന്നുണ്ടോ എന്നത് പ്രസക്തമായുള്ളൊരു ചോദ്യമാണ്. യുവജനങ്ങൾ മൈഗ്രേറ്റ് ചെയ്തതായുള്ള ഈ കാലഘട്ടത്തിൽ വളരെയേറെ യുവജനങ്ങൾ മൈഗ്രേറ്റ് ചെയ്തു. കുറച്ച് യുവജനങ്ങൾ ഇവിടെ ഉണ്ട്, അവർക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നു. അതിൻ്റേതായുള്ളൊരു മുഖമാണ് ഈ ഗോൾഡൻ ജൂബിലിയിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. അതേ അവസരത്തിൽ തന്നെ പ്രായമേറുന്നതായിട്ടുള്ള ആളുകൾ, കുഞ്ഞുങ്ങളായിട്ടുള്ള ആളുകൾ, ഈ 2 കൂട്ടത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഇടവുകളിലെല്ലാം ഇന്ന് കൂടുതലായിട്ടുള്ളത്. പ്രായമായ ആളുകളെ പരിരക്ഷിക്കുവാനൊക്കെ വേണ്ടതായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഓരോ ഇടവരും ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഇടയിലുള്ള കുഞ്ഞുങ്ങൾ അവർ സൺഡേ സ്കൂളിൽ മാത്രമായിട്ട് മാറ്റപ്പെടുകയില്ല. അവർ ആരാധനയിൽ വന്ന് സംബന്ധിച്ച് ആരാധനയുടെ ഭാഗമായിട്ട് കാണപ്പെട്ട് അവർക്ക് ഈ ആരാധനയിൽ ഒരു ഇടമുണ്ട് എന്നത് അവർക്ക് തന്നെ ബോധ്യമായി ഈ ഇടവകയുമായിട്ട് അവരുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതായുള്ള രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ടിടയാവണം. ഞാൻ പോകുന്നതായിട്ടുള്ള ഇടവുകളിലൊക്കെ പറയാറുണ്ട്, ഈ പിറന്നാൾ സ്തോത്രത്തിനും വിവാഹ വർഷത്തിനും ആളുകൾ മുമ്പോട്ട് വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായുള്ള രീതി പോലെ തന്നെ ഓരോ ഞായറാഴ്ചയും നമ്മളുടെ ഇടയിലുള്ള കുഞ്ഞുങ്ങളെയെല്ലാം വിളിക്കണം. അവരെല്ലാം മുമ്പോട്ട് വരട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവിടെ തൈ കൈവച്ച് പ്രാർത്ഥിക്കണം. വളരെ സന്തോഷത്തോടുകൂടി എല്ലാ ആഴ്ചയും ദേവാലയത്തിൽ വന്നു ചേരുന്നതായുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാനായിട്ടിടയാവും. അങ്ങനെ അവർക്ക് ഒരിടമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തന്നെ ആ ബോധ്യത്തിൽ വളരുന്നതിനായിട്ട് അവരെ സഹായിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ധർമ്മമാണ് എന്നത് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. ഈ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ നിങ്ങൾ ആരംഭിച്ചതായുള്ള എല്ലാ പദ്ധതികളും
തുടർന്നും നടത്തുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരട്ടെ എന്നത് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ കാലം ചെയ്തതായുള്ള സക്രയാസ് മാർ തിയോഫിലോസ് തിരുമേനി ബോംബെ സാന്താക്രൂസ് ഇടവകയിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നതായുള്ള അവസരത്തിൽ പകലുള്ള അധ്വാനമൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ മടങ്ങി വരുന്നത് ഏകദേശം രാത്രി 1 മണിയോടുകൂടി ചേർന്നാണ്. അപ്പോൾ ഈ വരുന്നതായുള്ള വഴിയിലൊക്കെ കിടന്നുറങ്ങുന്നതായുള്ള ധാരാളം ആളുകളെ കാണുന്നതിനായിട്ടിടയായിട്ട് തീരും. ഒരു ദിവസം അങ്ങനെ തിരുമേനി വരുന്ന അവസരത്തിൽ ഒരാളെ തിരുമേനിയുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി, തിരുമേനി എന്നെ അനുഗ്രഹിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. തിരുമേനി അത് ചെയ്തു, അവർ അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. എന്നാൽ ആ ആളുമായിട്ട് കൂടുതലായി ഒരു കോൺവെർസേഷന് സമയമുണ്ടാക്കി. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് താൻ താമസിക്കുന്നതായുള്ള പള്ളിയിലെ വന്നു. പള്ളിയിൽ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, തിരുമേനി, ഞാൻ ഈ റെയിൽവേ പാളത്തിൽ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നതിനായിട്ട് ഇറങ്ങി വന്നതായുള്ള വ്യക്തിയാണ്. എൻ്റെ ഭാര്യ എന്നെ അപേക്ഷിച്ചു, എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട, എനിക്ക് വീടില്ല, ഞാൻ പിന്നെ എവിടെ പോകും? ഇങ്ങനെയുള്ള ആളുകളുടെ മധ്യത്തിൽ ഒരു ശുശ്രൂഷ ഉണ്ട് എന്ന് മനസ്സിലാക്കി തിരുമേനി അന്ന് തന്നെ ആ ഇടവയിലുള്ളതായിട്ടുള്ള യങ് ഡോക്ടേഴ്സ് കൗൺസിലിംഗ് നടത്തുന്നതായുള്ള ആളുകൾ അവരെല്ലാം വിളിച്ചു കൂട്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശുശ്രൂഷ ആ ദേവാലയത്തിൽ ആരംഭിക്കുന്നതിനിടയായിട്ട് തീർന്നു. എനിക്ക് ഇന്ന് വളരെ പച്ചയായിട്ട് നിങ്ങളോട് പറയുന്നതിനായിട്ടുള്ളത്, നമുക്ക് ആരാധിക്കുന്നതിനായിട്ട് ഒരു ആരാധനാലയം ഉണ്ട് എന്നതൊരു സംതൃപ്തി അടയേണ്ട ആളുകളല്ല. പിന്നെ ഇതിൽ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു കൂടിവരവിന് വേണ്ടിയിട്ടാണ്, ദൈവജനമായിട്ട് കൂടി വരാനായിട്ടാണ്. അവിടെയുള്ള സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുന്നതിനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരണം. അതേ അവസരത്തിൽ തന്നെ കണ്ണ് തുറന്ന്, ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് ചുറ്റുപാടുമുള്ള സമൂഹത്തെ മനസ്സിലാക്കി അവരുടെ ഇടയിലുള്ള ശുശ്രൂഷ എന്ത് എന്നത് നമുക്ക് ഒപ്പിയെടുക്കുവാൻ തക്കവണ്ണം, അതിൽ വ്യാപൃതയാകുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായിട്ട് തീരണം. യുവജനങ്ങളുടെ നേതൃത്വ ഇടയിലുണ്ട് എന്നതിനെക്കുറിച്ച് എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പറയട്ടെ, മാറി വരുന്നതായുള്ളൊരു കാലഘട്ടത്തിൽ യുവജനങ്ങളെ കൂടുതൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം എൻ്റെയും നിങ്ങളുടെയും എല്ലാം ഹൃദയം തുറക്കേണ്ടതായുള്ള ആവശ്യകതയുണ്ട്. ഞാൻ അടുത്ത സമയത്ത് നമ്മളുടെ വൈദിക സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതായുള്ള വിദ്യാർത്ഥികൾക്കായി ഒരു റോബോട്ടിക്സിൻ്റെ ക്ലാസ് എടുക്കുന്നതിനായിട്ട് ക്രമീകരണം ചെയ്തു. അപ്പോൾ അവർ വന്ന് ക്ലാസ്സൊക്കെ എടുത്തു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3:30 വരെയുള്ളൊരു സെമിനാറാണ്. അവർ ക്ലാസ്സൊക്കെ എടുത്തു. ആ ക്ലാസ്സൊക്കെ അവരെല്ലാവരും അറ്റൻഡ് ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇവാലുവേഷൻ റിപ്പോർട്ട് ചോദിച്ചു. റിപ്പോർട്ട് ചോദിച്ചതായിട്ടുള്ള അവസരത്തിൽ പറഞ്ഞു, ഈ എടുത്തതായുള്ള ക്ലാസ്സിൽ പറഞ്ഞതായുള്ള പല കാര്യങ്ങളും ഞങ്ങൾക്കിപ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് ഇപ്രകാരം അറിയാൻ പാടില്ലാത്തതായൊരു സമൂഹത്തിനാണ് ഈ ക്ലാസ് എടുക്കേണ്ടത്. അതൊരു ഭാഗം. അതിനോട് കൂടെ പറഞ്ഞു, എന്നാൽ ശ്രദ്ധിക്കേണ്ടതായുള്ളൊരു വിഷയം, ഇതെല്ലാം അറിയാനിടയായിത്തീരുന്നത് ടെക്നോളജിയിൽ കൂടിയാണ്, ആധുനിക ടെക്നോളജിയിൽ കൂടിയാണ്. അപ്പോൾ ആധുനിക ടെക്നോളജി നൽകുന്നതായുള്ള വിവരങ്ങൾ ഉപയോഗിക്കുന്നതിനായിട്ട് മനുഷ്യൻ ശ്രമിക്കുന്നതായുള്ള അവസരത്തിൽ മനുഷ്യത്വം എന്ന് പറയുന്നത് വിനിയോഗിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ഇടങ്ങളെ കൂടെ കണ്ടെത്തുന്നതിനായിട്ട് ശ്രമിക്കണം. സയൻസ് ആൻഡ് ടെക്നോളജിയെക്കുറിച്ചൊക്കെ അച്ഛനൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ടെക്നോളജി വളരെയധികം ഉപയോഗിക്കുകയും വളരെയധികം അഡ്വാൻസ്ഡായിട്ട് തീരുകയും ചെയ്തിരിക്കുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെക്കാൾ കൂടുതൽ യുവജനങ്ങൾക്കറിയാം, യുവജനങ്ങളെക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങൾക്കറിയാം. ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളാണ് എന്നത് മനസ്സിലാക്കിയിരിക്കേണ്ടതായുള്ള വസ്തുതയാണ്. ഈ അറിയാവുന്ന അറിവുകളൊക്കെ ടെക്നോളജിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ എന്താണ് നമുക്ക് നൽകുവാനായിട്ട് ഇടയാവേണ്ടത്, ഇടവയ്ക്ക് നൽകുവാനായിട്ട് ഇടയാവേണ്ടത്? ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയും ദൈവം നൽകിയിരിക്കുന്ന മനുഷ്യത്വത്തെക്കുറിച്ചുള്ള വിചാരവും അതെങ്ങനെയാണ് കൂടുതൽ മനുഷ്യരുമായിട്ട് ഇടപെടുന്ന രംഗങ്ങൾ വിനിയോഗിക്കാൻ കഴിയുന്നത് എന്നുള്ളതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനുമാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ടുള്ളത്. അതാണ് കണ്ടെത്താനായിട്ട് ഈ നാളുകളിലൊക്കെ നാം കൂടുതൽ ശ്രമിക്കേണ്ടത് എന്നത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മളുടെ കാലം ചെയ്തതായിട്ടുള്ള പത്മശ്രീ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി യുവജനങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം സംബന്ധിച്ച അവസരത്തിൽ എന്താണ് ഒരു സസ്റ്റൈനബിൾ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതായുള്ള വിഷയത്തെക്കുറിച്ച് അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മനുഷ്യന് ആത്യന്തികമായിട്ട് താമസിക്കാനൊരിടമുണ്ടാവണം, അതിന് വേണ്ടതായുള്ള വിദ്യാഭ്യാസം ലഭിക്കണം, അതിന് വേണ്ടതായുള്ള ഡ്രസ്സ് ലഭിക്കണം,
അതിന് വേണ്ടതായുള്ള മരുന്ന് ലഭിക്കണം, ഇങ്ങനെയുള്ളതായുള്ള പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം വളരെ ശാന്തമായിട്ട് കേട്ടുകൊണ്ടിരുന്നതായിട്ട് തിരുമേനി പറഞ്ഞു. നമുക്ക് നമ്മളുടെ ഈ സമൂഹത്തെ, നമ്മൾ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെ ഒന്ന് വിശകലനം ചെയ്യുന്നതിനായിട്ട് സാധിച്ചാൽ, ഒന്നിൽ കൂടുതലുള്ള വീടുകളാണ് പലർക്കും ഉള്ളത്. ആവശ്യത്തിൽ കൂടുതൽ വസ്ത്രം നമ്മുടെ എല്ലാ വീടുകളിലുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ മരുന്നുകളെല്ലാം നമുക്ക് സ്റ്റോക്കുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞതായുള്ള കാര്യങ്ങളെക്കാളൊക്കെ ഉപരിയായി ഇന്ന് നഷ്ടമായിരിക്കുന്നത് സ്നേഹവും സഹകരണവുമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ്, സ്നേഹവും സഹകരണവുമാണ്. നമ്മളൊരു ഇടവകയായി ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിൽ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഞാൻ തന്നെയല്ല, ഞങ്ങൾ ഒരുമിച്ചാണ്. എനിക്ക് സന്തോഷമുണ്ട്, ഈ കഴിഞ്ഞ ഗോൾഡൻ ജൂബിലിയിലെ എല്ലാ പ്രോജക്റ്റുകളും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ചെയ്തത്. അങ്ങനെ ഒരുമിച്ച് ചെയ്തതിലൂടെ എനിക്കുള്ള കഴിവിനേക്കാൾ വലിയ കഴിവ് ഒരു സമൂഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കാനൊക്കെ നമുക്ക് ഇടയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്, നിന്നു പോകരുത്, ഇത് തുടരുന്നതിനായിട്ടിടയാവണം. അങ്ങനെ തുടരുന്നതായിട്ടുള്ള അവസരത്തിലാണ് മിറക്കിൾസ് ദൈവം തമ്പുരാൻ നമ്മളുടെ ഇടയിൽ വെളിവാക്കുന്നത്, നമുക്കും ലോകത്തിനും ഒക്കെ ദർശിക്കുവാനായിട്ടിടയാവുന്നത്. നമ്മുടെ സാന്നിധ്യം ഈ സമൂഹത്തിന് ആവശ്യമുണ്ട്, യാതൊരു സംശയമില്ല. നമ്മളുടെ സാക്ഷ്യം ഈ ലോകത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് എങ്ങനെയാണ്, എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ ചോദിക്കുന്നതായുള്ള അവസരത്തിൽ ഒരു സൈൻ പോസ്റ്റായിട്ട് നാം തീരേണ്ടതായിട്ടുള്ള ആവശ്യകത ചൂണ്ടിക്കാണിക്കാനായിട്ടിടയാണ്. ഇതാണ് വഴി എന്ന് പറയുന്നതിനായിട്ട് സാധിക്കണം. ദൈവസാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഇടയായി തീരേണ്ടതായിട്ടുള്ള രംഗങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അത് നമ്മളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തീരണം. ഈ വിശ്വാസ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങൾ അനുഭവിച്ചറിയുന്നതിനായിട്ടുള്ളതാണ്. ദൈവവുമായുള്ള വ്യക്തി ബന്ധങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടതായുള്ള കാര്യങ്ങളാണ്. അത് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ള സാവകാശം നമുക്കുണ്ടാവണം. ഇന്ന് ഞാൻ നഗരവൽക്കരണത്തെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായല്ലോ. ഫ്ലാറ്റുകൾ ഉയർന്നു വരുന്ന കാണാം. അതുകൊണ്ട് ഒറ്റ ബെഡ്റൂം ഫ്ലാറ്റുകൾ, 2 ബെഡ്റൂം ഫ്ലാറ്റുകൾ, ഇങ്ങനെയുള്ള ഫ്ലാറ്റുകളാണ്. എന്താ പരിണിത ഫലം? ഒരു വീട്ടിലും ഒരു ഭക്ഷണവും ഉണ്ടാക്കുന്നില്ല, എല്ലാം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണ്. ഒരു വീട്ടിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാറില്ല, എല്ലാം പള്ളി വരുമ്പോൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്താ നഷ്ടപ്പെട്ടു പോകുന്നത്? ഈ നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാവണം. നഷ്ടപ്പെട്ടു പോകാത്ത സനാതനമായ മൂല്യങ്ങൾ ദൈവം തമ്പുരാൻ ദൈവവചനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുമ്പോൾ, പാരമ്പര്യമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കുമ്പോൾ, മുറുകെ പിടിക്കേണ്ടതിന് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ടിടയായിട്ട് തീരണം. അപ്രകാരമുള്ള അനുഗ്രഹീതമായുള്ള ഒരു ഇടവക ജീവിതം നയിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ട്രിനിറ്റി മാത്രമായി ഇടവകയ്ക്ക് സാധ്യമായി തീരട്ടെ എന്നത് ഞാൻ ആശംസിക്കുന്നു. ഞാൻ പറഞ്ഞു, വി ആർ കോൾഡ് ടു ബി എ തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി ഹിയർ. ഹീലിംഗ് ആവശ്യമുണ്ട് മനുഷ്യർക്കെല്ലാം. അത് കൗൺസിലിങ്ങിലൂടെ ആകാം, നമ്മുടെ സംഭാഷണങ്ങളിലൂടെ ആവാം, നമ്മുടെ പ്രസൻസിലൂടെ ആവാം, നമ്മളെ കൂടെയുണ്ട് എന്ന് പറയുന്നതായുള്ള ചേർത്ത് നിർത്തുന്നതായുള്ള അനുഭവങ്ങളാകാം. പലതരത്തിലുള്ളതായിട്ടുള്ള മിനിസ്ട്രി നമുക്ക് നിർവഹിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ആ തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റിയായിട്ട് നിലകൊള്ളുന്ന മെഡിക്കൽ കോളേജ് ഇടവക ഗോൾഡൻ ജൂബിലി വാലിഡിറ്റി ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പുതിയ വർഷത്തിലേക്ക് ചുവടുകൾ വയ്ക്കുമ്പോൾ അർത്ഥത്തായുള്ള ചുവടുകൾ വയ്ക്കുവാൻ തക്കവണ്ണം, തലമുറകൾക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം, ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം, ഈ കാലഘട്ടത്തിന് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവം സംഗതിയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാ വിജയങ്ങളും ഒരിക്കൽ കൂടി ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.